നമസ്കാരം. പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നതാണ് തുടരും എന്ന സിനിമയുടെ റിലീസ് മെയിലാണെന്നാണ് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത്. നിരവധി ഫാൻ ഷോകളാണ് തുടരെ ഉണ്ടാകുന്നതെന്നും പറയുന്നുണ്ട്. എന്നാൽ തുടരും എന്ന സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് പല അഭ്യൂഹങ്ങളും പുറത്തു വരുന്നുണ്ട്. മോഹൻലാലിന് നഷ്ടമുണ്ടാക്കുന്നതൊന്നും തന്നെ ഇനി ഉണ്ടാകില്ല. എമ്പുരാൻ മാത്രമായിരിക്കും 2025 ഇനി ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ മോഹൻലാൽ ആരാധകർക്ക് തുടരും സിനിമ OTTയിൽ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക എന്നും പറയുന്നുണ്ട്. മാത്രവുമല്ല, മോഹൻലാൽ ചിത്രം തുടരിന്റെ OTT റൈറ്റ്സ് ഹോട്ട്സ്റ്റാറിന് കിട്ടിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിലുണ്ട്. വൻ തുകയ്ക്കാണ് ഹോട്ട്സ്റ്റാർ ചിത്രത്തിന്റെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നതെന്നുമാണ് റിപ്പോർട്ടിൽ പറയുന്നത്. തുടരുമിലെ പ്രമേയത്തിൽ തന്നെ ഓരോ രംഗത്തെക്കുറിച്ചും വലിയ കൗതുകമായിരുന്നു മോഹൻലാലിന് എന്ന് സംവിധായകൻ തരുൺ മൂർത്തി വ്യക്തമാക്കിയതോടെ തന്നെ തുടരും എന്ന സിനിമയ്ക്കുള്ള ആവേശകരമായ കാത്തിരിപ്പ് ആരാധകരും തുടങ്ങിയിരിക്കുകയാണ്. കഥ കേട്ടപ്പോൾ തന്നെ ആവേശഭരിതനാണ് മോഹൻലാൽ എന്ന് പറഞ്ഞത് ചർച്ചയായി മാറിയതും തുടരും സംവിധായകൻ വെളിപ്പെടുത്തി. തരുൺ മൂർത്തി വെളിപ്പെടുത്തിയ വാക്കുകളായിരുന്നു ഇവ. നായകൻ മോഹൻലാലിന്റെ ലുക്കുകൾ നേരത്തെ ചിത്രത്തിലേതായി പുറത്തുവിട്ടത് ശ്രദ്ധയെ ആകർഷിച്ചിരുന്നു. രജപുത്ര നിർമ്മിക്കുന്ന ഒരു മോഹൻലാൽ ചിത്രമാണ് തുടരും. മലയാള മോഹൻലാൽ നായകനാകുന്ന കഥാപാത്രം പത്തനംതിട്ട ജില്ലയിലെ റാന്നിയിലെ ഒരു സാധാരണക്കാരനാണ്. മോഹൻലാൽ ഒരു റിയലിസ്റ്റിക് നായക കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ ചിത്രത്തിന്റെ പ്രധാന പ്രത്യേകത. തരുൺ മൂർത്തിയുടെ സംവിധാനത്തിലുള്ള തുടരും സിനിമ സാധാരണ മനുഷ്യരുടെയും അവരുടെ ജീവിതത്തെയും പ്രധാനമായും ഫോക്കസ് ചെയ്യുന്ന ഒന്നായിരിക്കുമെന്ന് റിപ്പോർട്ടുണ്ട്. തരുൺ മൂർത്തിയും സുനിലും ചേർന്നാണ് തിരക്കഥ എഴുതിയിരിക്കുന്നത്. ഷൺമുഖത്തിന്റെ ജീവിതം ധർമ്മത്തിലൂടെ ഹൃദയസ്പർശിയായ രംഗങ്ങളിലൂടെയും അവതരിപ്പിക്കുമെന്നാണ് ഈ ചിത്രത്തിലൂടെ പറയുന്നത്. രജപുത്ര ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ ബിനു പപ്പു, ഫർഹാൻ ഫാസിൽ, മണിയൻ പിള്ള രാജു എന്നിവർക്കൊപ്പം നിരവധി പുതുമുഖങ്ങളും ചിത്രത്തിൽ അഭിനയിക്കുന്നു. പ്രശസ്ത ഫോട്ടോഗ്രാഫർ KR സുനിലിന്റെ കഥയ്ക്ക് സുനിലും തരുൺ മൂർത്തിയും ചേർന്നാണ് തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. നിരവധി അന്താരാഷ്ട്ര ആർട്ട് ഫെസ്റ്റിവലുകളിൽ ഫോട്ടോഗ്രാഫിക് ഷോ അവതരിപ്പിച്ച KR സുനിൽ എഴുത്തുകാരൻ കൂടിയാണ്. ആവേശമൊരുക്കി ജിത്തു മാധവന്റെ സംവിധാനത്തിൽ നായകനാകുന്ന മോഹൻലാൽ തയ്യാറാകുന്നുവെന്നും റിപ്പോർട്ടുകളിലുണ്ട്. ചിത്രം നിർമ്മിക്കുന്നത് ഗോകുലം മൂവീസ് ആണെന്നും പറയുന്നു. ചിത്രത്തിന്റെ പ്രമേയത്തിന്റെ സൂചനകൾ പുറത്തുവിട്ടിട്ടില്ലെങ്കിലും എമ്പുരാന് ശേഷം മാത്രമായിരിക്കും ഇതും ഉണ്ടാവുക. മോഹൻലാൽ നിറഞ്ഞാടുന്നതായിരിക്കുമെന്നാണ് ജിത്തു മാധവന്റെ സംവിധാനത്തിലുള്ളതെന്ന് ആരാധകർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നുവെന്ന് പറയാം. എപ്പോഴായിരിക്കും ഷൂട്ടിംഗ് തുടങ്ങുക എന്ന് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. എന്തായിരിക്കും മോഹൻലാലിന്റെ കഥാപാത്രം എന്ന ചോദ്യത്തിന് ഉത്തരത്തിനായി കാത്തിരിക്കുകയാണ് നടന്റെ ആരാധകർ പോലും. ചിരിക്ക് പ്രാധാന്യം നൽകിയുള്ളതായും മോഹൻലാലിന്റെ ചിത്രം കൊളുത്തുമെന്നും പ്രതീക്ഷയുണ്ട്. മമ്മൂട്ടി മോഹൻലാൽ ചിത്രങ്ങൾക്ക് ക്ലാഷ് റിലീസ് ചെയ്തത് കാത്തിരിക്കുകയായിരുന്നു സിനിമാ പ്രേമികൾ. അവർക്ക് നിരാശയോടെയായിരുന്നു തുടരും സിനിമയുടെ റിലീസ് ജനുവരിയിൽ നിന്ന് മാറ്റിയത്. ജനുവരി 30 ആയിരുന്നു ആദ്യം തുടരും റിലീസ് ചെയ്യുമെന്നുള്ള വിവരം എത്തിയിരുന്നത്. എന്നാൽ അത് മാറ്റിയിട്ടുണ്ടായിരുന്നു. എമ്പുരാനാകും ഈ വർഷം ആദ്യം എത്തുന്ന മോഹൻലാൽ ചിത്രമെന്നാണ് വിവരത്തിൽ പറയുന്നത്. മലയാള സിനിമകൾ യൂട്യൂബിലേക്ക് ഒഴുകുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറിയതോടെ എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ചുള്ള ചിന്തയും നിൽക്കുന്നുണ്ട്. 2009 ഇറങ്ങിയ സാഗർ ഏലിയാസ് ജാക്കിക്ക് ശേഷം മോഹൻലാൽ ശോഭന ജോഡി വീണ്ടും ഒരുമിക്കുന്ന തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന ചിത്രം തുടരും ജനുവരി 30 റിലീസ് ചെയ്തേക്കില്ല എന്ന റിപ്പോർട്ടുകൾ വന്നതോടെ തന്നെ അപ്പോൾ മുതൽ നിരാശകൾ ഉണ്ടായിരുന്നു. പിന്നീട് മെയ്യിലേക്ക് ചിത്രത്തിന്റെ റിലീസ് മാറ്റിയിരുന്നു. ചിത്രത്തിന്റെ OTT ബിസിനസ്സുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നീണ്ടുപോയതാണ് കാരണമെന്നാണ് ഫിലിം കോളമിസ്റ്റ് ശ്രീധർ പിള്ള അന്ന് എഴുതിയത്. മാർച്ച് 27 റിലീസ് ചെയ്യുന്ന എമ്പുരാന് ശേഷമേ തുടരും റിലീസ് ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിക്കുന്നതെന്നും പറയുന്നു. മോഹൻലാലിനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്യുന്ന തുടരും ജനുവരി 30 തിയേറ്ററുകളിലേക്ക് എത്തുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്.